ആദ്യം വേണ്ട എന്താ വെച്ചാൽ ഒരാളെ വിശ്വാസം വരികയാണ് വേണ്ടത്. ഇയാൾ പറഞ്ഞാൽ ശരിയാവും, പിന്നെ അയാൾ പറയുന്നതിനെ വിശ്വസിക്കലാണ് ആസ്വാദകൻ ചെയ്യുക. അന്വേഷകൻ അങ്ങനെയല്ല. അന്വേഷകൻ, ഞാൻ ഇപ്പോൾ അടുത്തൊരു ദിവസം വസ്വാസിൻ്റെ ഒരു ക്ലാസ് ഇങ്ങനെ നടത്തുകയാണ്. അങ്ങനെ നജസിനെ കുറിച്ചൊക്കെ ഇങ്ങനെ പറഞ്ഞ് വിഷയങ്ങളൊക്കെ സംസാരിച്ച് ഫിഖ്ഹൊക്കെ ഉദ്ധരിച്ച് ഇങ്ങനെ പറഞ്ഞ സമയത്ത് ഒരാൾ എഴുന്നേറ്റുകൊണ്ട് ചോദിച്ചു, മിഷ്കാത്തിൽ ഇങ്ങനെ ഒരു ഇബാറത്തുണ്ടല്ലോ. അങ്ങനെ മിഷ്കാത്തിൽ നിന്നൊരു ഉദ്ധരണിയൊക്കെ വായിച്ചു. ആ ഉദ്ധരണി കേട്ടാൽ തന്നെ അറിയാതെ മിഷ്കാത്തിലുണ്ടാവില്ല, കാരണം മിഷ്കാത്ത് ഹദീസിൻ്റെ കിതാബാണ്. മിഷ്കാത്തിൽ നിന്ന് എന്ന് പറഞ്ഞൊരു ഉദ്ധരണി പറഞ്ഞാൽ ഹദീസിൻ്റെ ലഫ്ളായിരിക്കണം. മിഷ്കാത്ത് തന്നെ ഹദീസിൻ്റെ കിതാബാണല്ലോ. പിന്നെ ഇപ്പോൾ സാധ്യത ഉള്ളത് മിഷ്കാത്തിൻ്റെ ഷറഹായ മിർക്കാത്തുനിന്ന് ഉദ്ധരിച്ചതായിരിക്കാനാണ് സാധ്യത ഉള്ളത്. അങ്ങനെയാണെങ്കിൽ ഷാഫി മതപ്പെട്ടല്ലേനും. ഇങ്ങനെയൊക്കെയുള്ള സംഗതി ഉണ്ട്. എന്തായാലും ഞാനതിന് വിശദീകരണമൊന്നും പറയാൻ വേണ്ടി പോയില്ല. എന്തുകൊണ്ട് വിശദീകരണം പറഞ്ഞില്ല എന്ന് ചോദിച്ചാൽ അതൊരു അന്വേഷകനാണ്. ഒരു മൗലവിയുടെ പോവുക, അയാൾ പറഞ്ഞ കേൾക്കുക, അടുത്ത മൗലവിയുടെ പോവുക, അയാൾ പറഞ്ഞതും കേട്ടിട്ട് രണ്ടിലെ ഏതാ ശരി നോക്കുക, ശരിയാക്കാൻ വേണ്ടി മൂന്നാമത്തെ മൗലവിയുടെ പോവുക. ഇത് ശരിയായി കിട്ടിയിട്ട് അവസാനം മൗലൂദ് ഓതോ? ഇല്ല. ആദ്യം വേണ്ടത് ഒരാളെ വിശ്വാസം വരണം. മഖ്ദൂം റളിയല്ലാഹു അൻഹു മൂപ്പര് തരക്കടില്ല. അഹമ്മദ് കോയശാലിയാത്തി റളിയല്ലാഹു അൻഹു മൂപ്പര് തരക്കടില്ല. കൈപ്പറ്റ വീരാൻകുട്ടിയോലേര് മൂപ്പര് തരക്കടില്ല. കാടേരി മുഹമ്മദ് മുസ്ലിയാർ മൂപ്പര് തരക്കടില്ല. ഇതാദ്യം തോന്നണമല്ലോ. ഇത് തോന്നിയാലേ നമ്മൾ ഉദ്ദേശിച്ച തൊലബാവുള്ളൂ. അല്ലെങ്കിൽ ഖിയാമത്ത് നാൾ 1-ാം തീയതി വരെ അന്വേഷിച്ചാലും ഉത്തരം കിട്ടിയിട്ട് കൈ എവിടെ കെട്ടേണ്ടതെന്ന് നേരാവില്ല. അവസാനം കൈ താത്തിയിടേണ്ടി വരും. കാരണം ഇതെവിടെ കെട്ടേണ്ടതെന്ന് കിട്ടിയിട്ട് വേണ്ട കെട്ടാൻ. ഖിയാമത്ത് നാൾ 1-ാം തീയതി വരെ അന്വേഷിച്ചാലും സംഗതി കിട്ടൂല. തറാവീൻ്റെ റക്അത്ത് തീരുമാനമായിട്ട് നിസ്കരിച്ചാലുണ്ടാവില്ല. മൂല്യമാൻ ഇങ്ങനെ തെരഞ്ഞിട്ട് നടക്കലേ ഉണ്ടാവുള്ളൂ. ഇതാണ് അന്വേഷകൻ. ആ അന്വേഷകനാകരുത്, അത് ശൈത്താനിയത്താണ്. തൊലബ് എന്ന് പറഞ്ഞ അന്വേഷണം അതല്ല. ഉസ്താദിനെ സ്ഥിരപ്പെട്ടതിന് ശേഷം അദ്ദേഹത്തിൽ നിന്ന് അന്വേഷിക്കുന്നതാണ് ഈ തൊലബ്. സത്യത്തിൽ അത് ദർസിൽ മാത്രമേ ഉള്ളത്. അതുകൊണ്ട് തന്നെ നമ്മളെ കേരളം എടുത്തു നോക്കാം. കേരളത്തിൽ വിപ്ലവം തീർത്തിട്ടുള്ള എല്ലാ ആളുകളും ദർസിൻ്റെ സന്തതികളാണ്. കേരളത്തിൽ നിന്ന് മാത്രമല്ല, ലോകത്ത് തന്നെ അങ്ങനെയാണ്. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു ദർസിൻ്റെ സന്തതിയാണല്ലോ. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ദർസിൻ്റെ സന്തതിയാണ്. കേരളത്തിൽ നിന്ന് മാത്രമല്ല, എല്ലായിടത്തും അങ്ങനെ തന്നെയാണ്. ലോകത്ത് മൊത്തത്തിൽ അങ്ങനെയുള്ളത്. ലോക ചരിത്രത്തിൻ്റെ ഗതിയെ മാറ്റിയ 2 അടിമകളുണ്ട്. 2 മുത്തഅല്ലിമീങ്ങളാണ്. ഒന്ന് ബഹുമാനപ്പെട്ട സയ്യിദുനാ സൽമാനുൽ ഫാരിസി, വെളുത്തടിമ. രണ്ടാമത്തേത് സയ്യിദുനാ ബിലാലുൽ മുഅദ്ദിൻ റളിയല്ലാഹു അൻഹു, കറുത്തടിമ. ബിലാൽ റളിയല്ലാഹു അൻഹു വിപ്ലവം തീർത്ത ഒരു അടിമയാണ്, കറുത്തടിമയാണ്. ദർസിൻ്റെ മുത്തഅല്ലിമ. ഏത് ദർസ്? മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനത്തെ പള്ളിയിൽ ആരംഭിച്ച ആദ്യത്തെ ദർസ്. മദീന പള്ളിയിലാണ് ആദ്യം ദർസ് തുടങ്ങിയത് എന്ന് പറയാം. ആ ദർസിൻ്റെ സന്തതിയാണ് ബിലാൽ റളിയല്ലാഹു അൻഹു. മറ്റൊന്ന് സൽമാനുൽ ഫാരിസിയാണ്, വെളുത്ത സൽമാൻ. പിന്നെ പേർഷ്യയിലെ രാജകുടുംബാംഗമായിരുന്നു, വെളുത്ത വർഗക്കാരനായിരുന്നു സയ്യിദുനാ സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു. ഇപ്രാവശ്യം ഈ അടുത്ത ദിവസം ഞാൻ മദീനയിൽ പോയ സമയത്ത്, ഇങ്ങനെ ഒഴിഞ്ഞൊരു സമയത്ത്, സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹുവിൻ്റെ പേരിലുള്ള ഒരു തോട്ടം കണ്ടു. ഒരു വലിയ ഈത്തപ്പനത്തോട്ടം. ആ തോട്ടത്തിൻ്റെ പേര് സൽമാനുൽ ഫാരിസി എന്നാണ്. അപ്പോൾ അത് കാണാൻ വേണ്ടി പോയി. അതിൻ്റെ താരീഖ് അന്വേഷിച്ചു. ആ തോട്ടത്തിൻ്റെ അടുത്ത് സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു ജീവിച്ചിരുന്ന വീട് പറഞ്ഞാൽ വീടിൻ്റെ അവശിഷ്ടം, കുറച്ച് കല്ലുകൾ മാത്രം. മഹാനവറുകൾ നിസ്കരിച്ചിരുന്ന പള്ളിയും ആ പള്ളിയുടെ അവശിഷ്ടങ്ങളൊക്കെ വലിയൊരു മതിലൊക്കെ കെട്ടിയിട്ട് സംരക്ഷിച്ചിട്ടുണ്ട്. വീടാണെന്നും മനസ്സിലാവില്ല, കുറച്ച് കല്ലുകൾ മാത്രമേ ഉള്ളൂ. പള്ളിയാണെന്നും മനസ്സിലാവില്ല, പക്ഷേ അതിൻ്റെ അടയാളങ്ങളുണ്ട്. സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു ഗവൺമെൻറ്. അവിടെ വലിയ ബോർഡൊക്കെ വെച്ചിട്ട് ഔദ്യോഗികമായിട്ട് എഴുതുകയും ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അടുത്താണ് സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹുവിൻ്റെ പേരിലുള്ള തോട്ടമുള്ളത്. അപ്പോൾ അതിൻ്റെ താരീഖ് പഠിച്ചു ചോദിച്ചു. എന്താ താരീഖ്? സൽമാൻ റളിയല്ലാഹു അൻഹു അടിമയായി മദീനയിൽ എത്തിച്ചേർന്നു. ഒരു ജൂതൻ്റെ ഈത്തപ്പനത്തോട്ടത്തിലാണ് ജോലി ഉള്ളത്. സൽമാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ താരീഖ് നിങ്ങൾക്ക് അറിയാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്, അല്ലെങ്കിൽ പഠിക്കേണ്ട താരീഖാണ്. പേർഷ്യയിലെ രാജകുടുംബാംഗമായിരുന്നു. അക്കാലത്തെ ഏകദൈവ വിശ്വാസികളായ ജൂതന്മാരിൽ
ആകൃഷ്ടനാവുകയും അങ്ങനെ ഏകദൈവ വിശ്വാസത്തിൽ അധിഷ്ഠിതമായ ആരാധനകൾ ചെയ്യുകയും അത് കണ്ട രാജാവ് വീട്ടുതടങ്കലിൽ താമസിപ്പിക്കുകയും അവിടെ നിന്ന് രക്ഷപ്പെട്ട് യാത്ര ചെയ്യുന്ന വഴിയിൽ ഒരു കൊള്ളക്കാരുടെ കയ്യിൽ അകപ്പെടുകയും അവർ ചന്തയിൽ കൊണ്ടുപോയി വിൽക്കുകയും അങ്ങനെ അടിമയായി മാറുകയും ചെയ്തു. ദീർഘമായ താരീഖാണ്, ഞാൻ ചുരുക്കി ഇങ്ങനെ പറഞ്ഞതാണ്. അങ്ങനെ അടിമയായിട്ട് ഒരു ജൂതൻ വാങ്ങി മഹാനവറുകൾ മദീനയിലെത്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ വന്നു. നബിതങ്ങൾ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ വന്നിട്ടുണ്ട് എന്നറിഞ്ഞ സൽമാൻ നബിതങ്ങളെ കാണാൻ വേണ്ടി പോയി. 3 പ്രാവശ്യം പോയി. 3-ാം പ്രാവശ്യം ഇത് നബിയാണെന്ന് ഉറപ്പായി. അങ്ങനെ വിശ്വസിച്ചു. അപ്പോൾ യജമാനനായ ജൂതന് ദേഷ്യം വന്നു. അയാൾ കൂടുതൽ പീഡനങ്ങൾ തുടങ്ങി. ഒരിക്കൽ സൽമാൻ നബിതങ്ങൾ എടുത്തു വന്നിട്ട് പറഞ്ഞു, അള്ളാൻ റസൂലെ, എനിക്ക് അടിമത്വത്തിൽ നിന്നൊന്നും മോചനം കിട്ടണം, അതിനെന്തെങ്കിലും ഒരു പണി ചെയ്യണം എന്ന് പറഞ്ഞു. അങ്ങനെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തിൽ നിന്ന് പ്രമുഖരായ കുറച്ചാളുകളും സൽമാനെ കച്ചവടം ചെയ്യാൻ വേണ്ടി സൽമാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ യജമാനിനെ കാണാൻ വേണ്ടി പോയി. യജമാനോട് ചോദിച്ചു, സൽമാനെ വിൽക്കണോ എന്ന് ചോദിച്ചു. അയാൾ ഒരു നിലക്കും നടക്കരുത് എന്ന് കരുതിയിട്ടുള്ള വില പറഞ്ഞു. എന്താ വില അറിയോ? ഒരു സ്ഥലം കാണിച്ചു കൊടുത്തൊരു വിശാലമായൊരു മരുഭൂമി. ഈ മരുഭൂമിയിൽ 300 ഈത്തപ്പന മരങ്ങൾ നട്ടുപിടിപ്പിക്കണം. എന്നിട്ട് അതിനെ വെള്ളം നനച്ച് നോക്കി വളർത്തി ഉണ്ടാക്കി വലുതാക്കി 300-ൽ നിന്നും ഈത്തപ്പഴം പറിച്ചു തന്നാൽ സൽമാൻ സ്വതന്ത്രനാണ് എന്ന് പറഞ്ഞു. ഇതാണ് വില. എന്താ കാട്ടുക? നബി തങ്ങൾ പറഞ്ഞു, ശരി, കച്ചവടാക്കിയായിരുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ ചെയ്യാന്ന് പറഞ്ഞു. അവിടുന്ന് പോന്നു. സൽമാനോട് പറഞ്ഞു, 300 കുയ്യുത്തിക്കോളിയായിരുന്നു. അങ്ങനെ സൽമാൻ റളിയല്ലാഹു അൻഹു 300 കുയ്യുത്തി. സ്വഹാബത്തിനോട് പറഞ്ഞു, എല്ലാവരും ഓരോ മരം, ഈ 2 മരമൊക്കെ സ്പോൺസർ ചെയ്യണം എന്ന് പറഞ്ഞു. അങ്ങനെ എല്ലാവരും ഓരോ ഈത്തപ്പന തൈ, 2 ഈത്തപ്പന തൈയൊക്കെ സ്പോൺസർ ചെയ്തു. 300 സൽമാൻ റളിയല്ലാഹു അൻഹു 300 ഈത്തപ്പൻ കുഴിച്ചിടാനുള്ള കുയ്യുത്തിയതിൻ്റെ ശേഷം നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ നേരിട്ട് ചെന്ന് ബിസ്മി ചൊല്ലി ഓരോ കുയ്യിലും തൈ നട്ടു. സാധാരണഗതിയിൽ ഈത്തപ്പന മരം കായ്ക്കാൻ 10 വർഷമെടുക്കുമെന്നാണ്. സാധാരണ ഈത്തപ്പന മരം കായ്ക്കാൻ 10 കൊല്ലെടുക്കും. പക്ഷേ ഇത് 1 കൊല്ലത്തിൽ താഴെയുള്ള കാലാവധി കൊണ്ട് വളർന്നു വലുതായി ഈത്തപ്പഴമുണ്ടായി. അതിൽ നിന്ന് ഈത്തപ്പഴം അറുത്തു 299 എണ്ണത്തുമെന്ന് അറുത്തു. ഒരെണ്ണം കായ്ച്ചില്ല. 300 അറുത്തു കൊടുത്താലേ സ്വതന്ത്രനാവുള്ളൂ. 299 എണ്ണം കായ്ച്ച് 299 അറുത്തു, ഒരെണ്ണം കായ്ച്ചില്ല. ഇങ്ങനെ സംഭവിച്ചപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു മുന്നിക്ക് വന്നിട്ട് പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂലേ, ആ ഒരു ഈത്തപ്പന മരം ഉണ്ടല്ലോ, അതേ എല്ലാതും ഇങ്ങനെ നിങ്ങൾ കുഴിച്ചിരുന്ന് കണ്ടപ്പോൾ ആ ഒന്ന് ഞാൻ കുഴിച്ചിട്ടതായിരുന്നു എന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ഈത്തപ്പന മരം പറിച്ചിട്ട് ആയിക്കെന്ന് കുഴിച്ചിട്ടു. അയച്ചാൻ കുഴിച്ചിട്ടു. മറ്റ് ഈത്തപ്പന മരങ്ങളെ പോലെ തന്നെ അത് വേഗത്തിൽ വളർന്നു, വേഗത്തിൽ വലുതായി. അതിൽ ഈത്തപ്പഴമുണ്ടായി. 300-ാമത്തെ ഈത്തപ്പനയിൽ നിന്നും ഈത്തപ്പഴം പറിച്ചു കൊടുത്ത് സൽമാൻ മോചിതനായി. ആ തോട്ടമാണ് സൽമാൻ അൽ ഫാരിസി റളിയല്ലാഹു അൻഹുവിൽ അറിയപ്പെടുന്ന തോട്ടം. ആ ഈത്തപ്പന മരം ഒന്നും ഉണ്ടാവില്ല കേട്ടോ. കാരണം ഈത്തപ്പന മരങ്ങൾക്ക് 150 വർഷമേ കാലാവധിയുള്ളൂ. പരമാവധി പോയാൽ 150 കൊല്ലാണ്. അപ്പോഴേക്കും നശിക്കും. അപ്പം ഈത്തപ്പന മരങ്ങൾ മാറിയിട്ടുണ്ട് എന്നേ ഉള്ളൂ. തോട്ടം ഇപ്പോഴും നിലവിലുണ്ട് എന്നതാണ് അതിൻ്റെ പ്രത്യേകത.